ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ പോലെ തന്നെ ഒരു മോർണിംഗ് റുട്ടീനാണ്. ഞാൻ രാവിലെ തന്നെ എല്ലാ സംഭവങ്ങളും പ്രിപ്പയർ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. കാരണം ചോറ് രാവിലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മോക്ക് കൊടുക്കുന്നതായാലും നമുക്ക് ആ ഒരു പണി കുറഞ്ഞതായാലും ഒരു സമാധാനമാണ്. അപ്പോൾ ഉമ്മ രാത്രിയിൽ തന്നെ കൂമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ചൊയൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഉമ്മാനോട് ആരോ പറഞ്ഞ് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയാൽ അതിൻ്റെ ഒരു ചുവക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഉമ്മ കഴുകി വെച്ചിട്ടുണ്ടായത്. അപ്പോൾ തലേന്ന് തന്നെ വറവിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റായതുകൊണ്ട് തന്നെ രാവിലെ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പം ചോറും വറവും അതുപോലെ തന്നെ കറിയാണ് ഇന്ന് ഉണ്ടാക്കണത്. അപ്പം ഞാൻ വേഗം ചോറിൻ്റെ പരിപാടി നോക്കി. പിന്നെ സ്നാക്സിന് ഞാനൊരു പഴമാണ് കൊടുത്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായത് പുട്ടാണ്. ഈ വീഡിയോ ഞാൻ എടുക്കണത് ശനിയാഴ്ചയാണ്. അപ്പം ശനിയാഴ്ചത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ശനിയാഴ്ച മോക്ക് മാത്രമേ സ്കൂളില്ലൂ. അപ്പോൾ എന്താ പറയുക, മോനൊക്കെ കൂടെ കളിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആൾ രാവിലെ തന്നെ ചെറിയൊരു മടിയായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ രാവിലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഉമ്മ ഇന്ന് സ്കൂളിൽ പോവാൻ മടിയാവുന്നു, സ്കൂളില്ലാണ്ടെന്നോട്ടേനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഞാനിങ്ങനെ കുറേ പറഞ്ഞു, എന്തിങ്ങനെ മടി കാണിക്കുന്നത്, സ്കൂളിൽ പോകുന്നത് നല്ലതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല, ആൾക്ക് പോകാനായാലും വലിയ മടിയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ രാവിലെ തന്നെ മോളെ മദ്രസയിലൊക്കെ കൊണ്ടാക്കി തിരിച്ച് വന്ന് ഞാൻ എല്ലാ ഫുഡും എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താക്കി ആ ഫുഡ് ലഞ്ചൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇന്നലെ ഇങ്ങനെ റെഡ് അലേർട്ട്, നമ്മൾ കണ്ണൂർ മാത്രം റെഡ് അലേർട്ട് എന്ന് കണ്ടിട്ടുണ്ടായിട്ടില്ല. പക്ഷെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും സ്കൂൾ ഉണ്ടാവുന്നില്ല മൈൻഡാണല്ലോ, മെസ്സേജൊക്കെ വരുന്നതാണെങ്കിൽ തന്നെ തലേന്നേ വരുമല്ലോ. അപ്പോൾ ഇത് മെസ്സേജും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ എന്തായാലും സ്കൂൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എല്ലാം റെഡിയായി, ചോറായി, കറിയായി, വറവായി. പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് മോള് സ്കൂളിലേക്ക് പോകാൻ റെഡിയായി വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് മെസ്സേജ് വന്നത് സ്കൂളില്ലാന്ന്. പിന്നെ എന്താ പറയുക, നല്ല സന്തോഷമായിരുന്നു മോക്ക്. പിന്നെ ഓള് വിചാരിച്ച പോലെ തന്നെ നടന്നല്ലോ. അപ്പോൾ ഇന്ന് കളിക്കാമെന്നില്ല മൈൻഡൊക്കെ ആയി. അങ്ങനെ ആ ഒരു ടൈമിലത്തെ ആ ഒരു വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അങ്ങനെ സാറ്റർഡേ ലീവ് കിട്ടിയോണ്ട് തന്നെ മോള് നല്ല സന്തോഷത്തിലായിരുന്നു. അപ്പം കളിക്കാനൊക്കെ വീട്ടിൽ നിന്ന് പുറത്തെവിടെയും പോവില്ല, അവരുടെ ഉള്ളിൽ തന്നെ കളിക്കും. കുറച്ച് സമയം TV കാണും. പിന്നെ രണ്ടാളും കൂടെ അടിയൊക്കെ കൂടും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ രണ്ടാളുടെയും മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയണത്. ഇന്ന് രാവിലെ എല്ലാം സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, വേഗം തന്നെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറും വറവും മാത്രമേ ഉണ്ടാക്കേണ്ടി വന്നിട്ടുള്ളൂ. കറി ഞാൻ മോക്ക് വേണ്ട കറി മാത്രം ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ട് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എടുത്തു വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ എടുത്തു വെച്ച കറി ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്യും. അപ്പോൾ ആ ഒരു പണി കുറഞ്ഞ് കിട്ടുമല്ലോ എന്നുള്ള മൈൻഡാണ് എനിക്ക്. ഇതൊക്കെ മടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ നമുക്കൊരു പണി അത്രയും കുറഞ്ഞ് കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസമാണല്ലോ. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ തലേന്ന് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വേഗം എടുത്തു വെക്കും. ഒരു സമാധാനമായല്ലോ, രാവിലത്തേക്ക് ഇനി ആ ഒരു പടക്കണ്ട. പിന്നെന്താ പറയുക, നമുക്ക് ഈ ഒരു ഫുഡ് കൊടുക്കാനുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണല്ലോ. അപ്പോൾ പിന്നെ തലേന്ന് എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അന്നേരം എടുത്തു വെക്കും, അവൾ കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ ഒപ്പിച്ചൊപ്പിച്ച് അങ്ങോട്ട് പോവും. ആദ്യമൊക്കെ നമുക്ക് പരാതിയായിരുന്നു. നമ്മൾ ചെറുതില്ല സമയത്ത് ഉമ്മാനോട് പറയല്ലോ, ഇതന്നെ ഉമ്മ എപ്പോഴും ആക്കുന്ന സംഭവം. ഇപ്പോഴാണ് മനസ്സിലായത് ഉമ്മ എളുപ്പമുള്ളതാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ദോശ ഉണ്ടാക്കണമെങ്കിൽ ആ ദോശ ഉമ്മക്ക് എളുപ്പമായതുകൊണ്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ആഴ്ചയിൽ എന്തായാലും 2 ദിവസം ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ സംഭവം എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പണ്ട് ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഓവർ പരാതിയൊന്നും പറയില്ല, പക്ഷെ എന്നാലും ഉമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുമല്ലോ, നമ്മളിപ്പോൾ പുട്ടന്നെ എപ്പോഴും വിചാരിക്കും. അപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഉമ്മയതിന് ശേഷമാണ് ആ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു റുട്ടീൻ എന്ന് പറയണത്. രാവിലത്തെ വിശേഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് ഫേസൊക്കെ കാണിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത് പോയത്. ഇപ്പം എന്തൊരു മടിയറിയാം എനിക്ക് പുറത്ത് പോകാനായാലും. വണ്ടി എടുത്ത് പുറത്ത് പോകണമെന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ്. നമ്മ ഇങ്ങനെ പറയും, നീ ഇങ്ങനെ എപ്പോഴും പുറത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസ് ആയിട്ടിട്ടാണ് ഇങ്ങനെ മടി വരാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യമാണ്, ഭയങ്കര മടിയാണ് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു. എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്ന കാര്യം ഓർമ്മയേ ഇല്ലാണ്ടായി. കാരണം അതിനോട് എനിക്ക് ഒരു വെറുപ്പ് പോലെ, ഒരു താല്പര്യം നല്ലോണം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു എൻ്റെ വീഡിയോസ്
വീഡിയോസ് കാണൽ. അപ്പോൾ പിന്നെ അതെന്തോ ഇപ്പം വേണ്ട അടുത്ത പോലെ ഫീൽ ആവാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഇടും, അത്രേ ഉള്ളൂ. ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ പറയുക, വീഡിയോസ് ഇപ്പോൾ അതും കുറഞ്ഞു വരുന്നുണ്ട് എനിക്ക്. എന്നാലും ഞാനിത് ബ്രേക്ക് ചെയ്യൂല എന്നൊരു ദൃഢനിശ്ചയമുണ്ട്. കാരണം യൂട്യൂബിൽ എന്തായാലും വീഡിയോസ് എന്താ പറയുക ഇട്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോസ് ഇപ്പോൾ ഡെയിലി കാണുന്നത് ഇങ്ങനെ മോർണിംഗ് റുട്ടീനും കാര്യങ്ങളൊക്കെ ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഇതാണ്. പിന്നെ പുറത്തൊക്കെ പോയി വീഡിയോസൊക്കെ ചെയ്യുമ്പം എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ, ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും മാത്രം ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വീഡിയോസ് ചെയ്യുമ്പം ബാക്കിയുള്ള ആൾക്കാർ ഉൾപ്പെടുമല്ലോ, അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവൂലേ അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പം മാക്സിമം ഞാൻ എന്നെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നമ്മളിങ്ങനെ പുറത്തുനിന്ന് വീഡിയോസ് ചെയ്യുമ്പോൾ. അതുമാത്രമല്ല ഇപ്പോഴും എനിക്ക് പുറത്തുനിന്ന് ഇങ്ങനെ ഫോൺ ഇങ്ങനെ പൊക്കി പിടിച്ച് വീഡിയോസ് ചെയ്യാൻ ഇപ്പോഴും ആ ഒരു ധൈര്യം കിട്ടിയിട്ടില്ല. പേടിയാണ് എനിക്ക്. അല്ലെങ്കിൽ പൊതുവേ ഞാൻ ഭയങ്കര ആ ഒരു പേടീൻ്റെ ആളാണ്. അതുപോലെ തന്നെ ഓവർ തിങ്കിങ്ങും ഭയങ്കര കൂടുതലാണ്. അപ്പം പല ആൾക്കാരും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു കൂട്ടും. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എനിക്ക് ഈ ഒരു ഫ്രെയിമാണ് നല്ലതെന്ന്, ഇപ്പോൾ ഇതാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നണത്. പിന്നെ നമ്മൾ കൂടെ ഒരാൾ വീഡിയോസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റായിരിക്കും വീഡിയോസ് സംസാരിക്കാനായാലും എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മോർണിംഗ് റുട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവാമെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു മോർണിംഗ് റുട്ടീനും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാൻ പറ്റുമോ അറിയില്ല കേട്ടോ. വീട്ടിലിപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ 1 മന്ത് എന്തായാലും ബ്രദറിലും അമ്മയും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന അമ്മീൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം മൂപ്പര് ഇനി മുതൽ നമ്മളെ കൂടെ ആയിരിക്കും കുറച്ചുണ്ടാവുക. അപ്പോൾ ആ ഒരു ക്യാമറ ഒക്കെ പൊക്കി പിടിച്ച് അവരെ മുമ്പ് വീഡിയോസൊക്കെ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതും കുറയുമെന്നില്ല കാര്യം അറിയില്ല. എന്തായാലും ബ്രേക്ക് ചെയ്യാണ്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. അപ്പോൾ ടൈമൊക്കെ ഇങ്ങനെ കുറച്ച് ഇതന്നെ ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും വീഡിയോസ് ഇടണം, അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഇഷ്ടം ഉപ്പാൻ്റെ കൂടെയാണ്. അപ്പം പുരക്കുള്ള സമയത്ത് വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഉപ്പാൻ്റെ കൂടെ ചെയ്യുമ്പോൾ നല്ല വൈബാണ്. എനിക്കിഷ്ടമാണ് ഉപ്പാൻ്റെ കൂടെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഉപ്പയായിട്ട് ചെയ്യുമ്പം ആ ഒരു ഏലിലങ്ങും പോകും, അങ്ങനെ പറയാമല്ലോ. അപ്പം അധിക വീഡിയോസും ചെയ്യാൻ ഞാൻ വീട്ടിൽ പോയാൽ ഇങ്ങനെ ചെയ്യും. പിന്നെ എന്താ പറയുക, പുറത്തൊക്കെ പോയിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുമായിരുന്നേ. അപ്പം ഞാനും അനിയത്തേക്ക് ഇങ്ങനെ ടൗണിൽ പോവുകയാണെങ്കിൽ വീഡിയോസ് ചെയ്യും. അപ്പോൾ ഇപ്പം മോനെയും കൂട്ടിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ, എവിടെയാണെങ്കിലും മോനെയും കൂട്ടിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മോൻ്റെ കാര്യം നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസൊക്കെ ചെയ്യണം. അത് എന്നെക്കൊണ്ട് നടക്കുന്നുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ കസിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ ഡ്രസ്സും പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് എടുക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. നമ്മളെ 3 ആൾക്കാരും, നമ്മളെ 3 സിസ്റ്റേഴ്സും അടിപൊളിയായിട്ട് നല്ലൊരു വൈബുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ 3 ആൾക്കാരും വീഡിയോസൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. കാരണം 3 ആളെ കയ്യിലും ഓരോ കുട്ടികളുണ്ട്. അപ്പം അവരെ നോക്കലും അവരെ ബാക്ക് പോക്കും എല്ലാം കൂടെ എന്താ പറയുക തലവേദന ആയിരുന്നു. അവരെടുത്ത് നിന്ന് കുറേ ടൈം. അപ്പോൾ എന്നെക്കൊണ്ട് നടന്നിട്ടേ ഇല്ല. വീഡിയോസ് എടുക്കേണ്ട കാര്യങ്ങളൊന്നും ഒട്ടും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. നമ്മൾ കുറേ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെണ്ണിൻ്റെ ഡ്രസ്സ് നോക്കാനൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വീഡിയോസ് എനിക്ക് ആ ഒരു റെഗുലറായിട്ട്, അതായത് വീഡിയോസ് കണ്ടിന്യൂസ്ലി വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ട. പിന്നെ കുറേ ടൈം നമ്മൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കല്യാണത്തിനായാലും പെരുന്നാൾക്കായാലും എടുക്കൽ മെറ്റീരിയലാണ്. കാരണം അനിയത്തി സ്റ്റിച്ച് ചെയ്യുന്നതാണല്ലോ. അപ്പം ഓള് ചെയ്തു തരാനുള്ളതുകൊണ്ട് തന്നെ പല മോഡലിലും ഓള് ചെയ്തു തരും. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ മെറ്റീരിയൽ തന്നെയാണ് എടുക്കൽ. കല്യാണത്തിനേക്കും നമ്മളിങ്ങനെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ കുറേ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ എടുക്കുന്ന ഷോപ്പിൽ തന്നെ കുറേ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നല്ല രസമായിരുന്നു. നമ്മൾ സംസാരിക്കും, ഡ്രസ്സ് ട്രൈ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇവിടുന്ന് പോണ സമയത്ത് രാജിക്കാനോട് പറഞ്ഞിട്ടുണ്ടായത് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വൈബാക്കും അങ്ങനെ ആക്കും വീഡിയോസ് ചെയ്യുന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. എല്ലാം പ്ലാനും ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ പ്ലാനും അതുപോലെ ഫ്ലോപ്പായിരുന്നു. ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി. അപ്പോൾ എല്ലാം സെറ്റായതിന് ശേഷമാണ് മെസ്സേജ് വരുന്നത് എന്താ പറയുക സ്കൂളില്ല എന്ന്. അപ്പോൾ എല്ലാ പ്ലാനും അട്ടിമറിഞ്ഞു പോയി.
അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു ലഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ എടുത്തു വെക്കണം. ഞാൻ അറിയുന്നില്ലല്ലോ സ്കൂളില്ലാന്നുള്ള കാര്യം. അപ്പോൾ എല്ലാം നോർമലായിട്ട് ചെയ്യുന്നത് പോലെ ചെയ്യാമെന്ന് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ സ്കൂളില്ലാന്ന് അറിഞ്ഞ്. അപ്പോൾ ശനിയാഴ്ച തൊട്ട് എന്താ പറയുക, ഇന്ന് തിങ്കളാഴ്ച ആയി, ഇന്ന് സ്കൂളില്ല, നാളെ സ്കൂളില്ലാന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ദിവസങ്ങളായി ഇങ്ങനെ മഴയും കൊണ്ട് ഇങ്ങനെ കളിക്കും. നമ്മളെ നാട്ടിൽ ആ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പഴയതുപോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. നമ്മളെ നാട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ വിചാരിച്ച് ആശ്വസിക്കാൻ നിൽക്കരുത്, എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്താം. പിന്നെന്താ പറയുക, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ മെനു എന്താ ഉണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്, കൂമ്പ് വറവ്, പിന്നെ ചിക്കൻ കറി. സ്നാക്സിന് ഞാനൊരു റോബസ്റ്റ് പഴമാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും മോക്ക് ഇഷ്ടമല്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ സ്കൂളിലെത്തിയാലല്ലേ തുറന്ന് കാണുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ എന്താ പറയുക, മോർണിംഗ് റുട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോസായിട്ട് പിന്നെ ഒരു ദിവസം വരാം. പിന്നെ ഈ വീഡിയോസ് കാണുന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം, പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടണം മാക്സിമം. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. അപ്പോൾ ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് ബാഗിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്തായിരുന്നു സ്കൂളില്ലാന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ മോളാകെ സന്തോഷത്തിലായിരുന്നു. ഓള് വീഡിയോസ്, ഓളെ കളിയും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിക്കൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ലഞ്ചൊന്നും ഞാൻ പിന്നെ ബാഗിൽ നിന്ന് എടുത്ത് മാറ്റാൻ നിന്നിട്ടില്ല. മോളെന്നോട് പറഞ്ഞ് ഉച്ചയാകുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എടുത്ത് കഴിച്ചോളാം അമ്മ, അതങ്ങനെ തന്നെ വെച്ചേന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, സെയിം അതുപോലെ തന്നെ കിറ്റിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ഈ സംഭവം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കൂളിൽ നിന്ന് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഉമ്മ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുപോലെ നീ എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു വറവ് കൊടുത്തത് വെറുതെ ആയി, അതൊട്ടും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അത് അങ്ങനെയുള്ള വറവൊന്നും നോക്കി ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ മാക്സിമം കുറേ പറഞ്ഞ് കഴിപ്പിക്കാൻ നോക്കിയെങ്കിലും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. മാം സ്കൂളിൽ നിന്ന് എന്താ പറയുക, എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ്, ഉമ്മാൻ്റെ ഹൃദയം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഫുഡൊക്കെ. അപ്പം നിങ്ങൾ ഓരോ മണിയും കളയുന്ന സമയത്ത് നമ്മളുടെ ഉമ്മാൻ്റെ ഹൃദയമാണല്ലോ ഈ കളയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സങ്കടമാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സ്കൂളിൽ നിന്ന് കഴിപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. അപ്പോൾ അതാ മോള് പറയണത്, ഞാൻ ഉച്ചയ്ക്ക് ഇത് കഴിച്ചോളും, ഉമ്മ ഇത് എടുത്തു വെക്കണ്ടാന്ന്. അത് ഇതിന് ശേഷം ഞാൻ ഉപ്പാൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഉപ്പാൻ്റെ കൂടെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. നല്ല മഴയുള്ള കൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം അവിടെ പോസ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. അപ്പം ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.